ഹലോ മൈ ഗൈസ്. അപ്പം ഞാനും സാബു ഉണ്ട് കേട്ടോ. നമ്മൾ രണ്ടാളും ഇവിടെ കൊച്ചി പോവാണ്. നമ്മൾ ഒരു പരിപാടി ഉണ്ട്. അടുത്ത വ്ളോഗിൽ കാണിക്കാം. അടുത്തല്ല, ഒരു മൂന്നാമത്തെ വ്ളോഗായിട്ട് വരും. കിട്ടില്ല സാധനം പറഞ്ഞാൽ അതായത് ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. പക്ഷേ ഗേൾ ഫ്രണ്ടിനെ കാണിക്കൂല കേട്ടോ. കാണിച്ചോളെ വാപ്പച്ചോമരമ്മ കയറ്റും. അതുകൊണ്ടാണ് പെരയിൽ അറിയില്ല. റിവീൽ ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് റിവീൽ ചെയ്യണോണ്ട് പ്രശ്നമല്ല. പക്ഷേ ഓളെ പെരക്കാർ കണ്ടാൽ റിവീൽ ആവും ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ എന്തായാലും കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ മിന്നുവിൻ്റെ ഫ്ലാറ്റിൽ എത്തിക്കണം. ഇവിടെ ഒച്ചവിളി ഉണ്ടാക്കാൻ പറ്റൂല, ഇവിടെ സായിപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ മിന്നുവിൻ്റെ ഫ്ലാറ്റിൽ എത്തിക്കുന്നത്. ആരാ ഡോർ തുറക്കാൻ നോക്കാം. ഡോർ അതിന് പൂട്ടിയിട്ട് തന്നെ ഇല്ല. അതെന്താ മിന്നു വ്ളോഗർ മിന്നു ഫുള്ള് ട്രൈപ്പോഡൊക്കെയാണ്. എവിടെയാണ്? ഇവിടെ ആരും ഇല്ലേ? മുണ്ടണ്ട കേട്ടോ, നമുക്ക് നോക്കി വെക്കാം. ഇവിടെ ആരും ഇല്ലേ? ഓ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടാ. ഫ്ലാഷ് അടിച്ചോ അത് കട്ടി ഫ്ലാഷ് അടിക്ക് ഗൈസ്. മിന്നുവിൻ്റെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ട്. ഓ നല്ല മീൻ മുളകിട്ടത്. നോമ്പില്ലാന്ന് തോന്നുന്നു. മിന്നുവിനെന്ത് നോമ്പ്? ഇതൊക്കെ സ്വീറ്റ് ഉണ്ടാക്കണം കേട്ടോ, ഓൾ ഉണ്ടാക്കണം എന്നാവില്ല. നമുക്ക് നോക്കി നോക്കാം. കമോൺ മിന്നുവേ. മിന്നു കക്കൂസിലാ ഗൈസ്. നമ്മുടെ മിന്നു കക്കൂസിലാണ്. അതിനെ കക്കൂസിൽ അല്ല, കക്കൂസിൽ പിന്നെ മജിലിസ് നൂറ് നടത്തോ? കക്കൂസിൽ കുളിക്കാണ്. എവിടെ? എന്താ പരിപാടി? കുളിക്ക? ആ ഓക്കെ ഗൈസ്, മിന്നു കുളിക്കാണ്. എന്നാലേ അങ്ങനെ നോക്കിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ മിന്നു കുളിക്കാൻ കയറിയിട്ട് ഒരു 2.5 മണിക്കൂർ ആയിക്കണ്. ഇതുവരെ ഇറങ്ങണില്ല. എന്താ മിന്നു അതിൻ്റെ ഉള്ളിൽ കാട്ടുന്നത്? പ്രസവം നടക്കണ്ടോ മിന്നു? പ്രസവം നടക്കണ്ട. എങ്ങനെയുണ്ട് ഇപ്പൊ റീലൊക്കെ? എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നമ്മളെ മിന്നു സർപ്രൈസ് ആയിട്ട് ഉള്ള ഷൂസ് കാണിച്ചു തരാൻ പോണേ. എവിടെ ഷൂസ്? ഇതാണ്. ഇതെന്താ മറ്റേ കച്ചറടണേ കല്യാണം ടാറ് മണിക്കൂർ ഒന്നിട്ട്. എവിടെ വാങ്ങിയാണ് ഇത്? ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ സ്റ്റോർ. രണ്ടുട്ട് നിക്ക്. കറക്റ്റാ. ഇനി വേണമെങ്കിലേ കല്യാണത്തിന് പോകുമ്പോഴേ ചോറ് പൊതിഞ്ഞെടുക്കുക അതിൻ്റെ ഉള്ളിലിട്ട്. ഓരോരോ മോഡലുകൾ നോക്കാണേ. ഏതാണ് വീഡിയോ എടുക്കണോ? ഇറങ്ങോ? റീൽ ഇറങ്ങോ? ഓ എന്താ രസമുണ്ട്. പക്ഷെ ഈ കോസ്റ്റ്യൂമൊക്കെ മോട്ടറ്. അപ്പോൾ ഗൈസ് നമ്മളിതാ നോമ്പൊക്കെ ഇറന്നു കേട്ടോ. നമ്മൾ ഈത്തപ്പഴം ഇതൊക്കെ വാങ്ങി. ഇന്ന് മിന്നുവിൻ്റെ ഫ്ലാറ്റിലാണ് നോമ്പറക്കുക. ഈത്തപ്പഴം ജ്യൂസും വാങ്ങിക്കണേ. ഇനി നമുക്ക് മിന്നു ഇതാ ചോറുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിക്കണേ. വരുമോ ഗൈസ്? അടുക്കളയ്ക്ക് വരുമോ? ചോറുണ്ട്. പക്ഷെ ഇത് സ്വീറ്റ് ഉണ്ടാക്കിയ ചോറല്ല. ഇത് അല്ല, മിന്നുണ്ടാക്കിയ ചോറല്ല. ഇത് സ്വീറ്റ് ഉണ്ടാക്കിയ ചോറാണ്. ഒപ്പം സ്വീറ്റ് ഉണ്ടാക്കിയ നല്ല മീൻകറി. വാവ് മീൻകറി. അത് വെച്ചാൽ മീൻകറി കാണിച്ചോടാ. അത് കണ്ടാൽ തന്നെ തിന്നാന്ന് തോന്നും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ. വേറെ എന്തെങ്കിലും തിന്നേണ്ടി വരും. പിന്നെ പോരാത്തതിന് ഇതാ ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങൾ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നോക്കാണി പൂപ്പൽ വരെ പിടിച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയ സമയത്ത്. പൂപ്പൽ പിടിച്ചിരിക്കുന്നു. പക്ഷെ നല്ല ടേസ്റ്റ്. ഇവിടെ ആൾതാമസം ഉണ്ടാവില്ലേ? അപ്പൊ എന്തായാലും മിന്നു വരൂ. ഇതിപ്പോ ആരുണ്ടാക്കിയ ചോറാണ്? സ്വീറ്റ് ഉണ്ടാക്കിയത്. ഇപ്പൊ തിളപ്പിക്കണേ ഇല്ലല്ലേ? ചിക്കനും ബീഫ് ഉണ്ടാക്കാറിയാം, മീൻകറി ഉണ്ടാക്കാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇന്റെ വക ഒരു കുക്കിംഗ് ഉണ്ട്. ഞാനിന്ന് ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കും. മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ അതിൻ്റെ അരിയൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ അരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നൊരു കുക്കിംഗ് വീഡിയോ പ്ലസ് ഇന്ന് ഇവിടെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാരണം എൻ്റെ ഫ്രണ്ട് സിനാനെ പുറത്ത് പോയിക്കാണ്. അതായത് ഓനിപ്പോൾ ഇവിടെ ഊബർ ഓടാണ്. അപ്പോൾ ഓന് കുറച്ച് തന്നെ വരും. അപ്പോൾ ഓനും കൂടി വന്നിട്ട് നേരത്തെ ഓനും കൂടി വന്നിട്ട് നമ്മൾ ഒപ്പം മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നോമ്പറക്കട്ടെ. ബൈ ഗായ്സ്. അങ്ങനെ നമുക്ക് മിന്നു മീൻകറി ആയിട്ട് വന്നിക്കണു. സ്വീറ്റ് ഉണ്ടാക്കിയ മീൻകറി ആണെങ്കിലും ഓൾ ഉണ്ടാക്കിയ മെയിനാവലിൽ കൊണ്ടിട്ടുണ്ട്. ചോറ് എവിടെ? മീൻകറി കൂട്ടിയിരുന്നുണ്ട്. വേഗം കൊണ്ടുവരും നേരമില്ല. സാബു ഇതാ പുതപ്പൊക്കെ എടുത്ത് കഴിഞ്ഞു.
ബ്രോ നിസ്കരിക്കാനാണ്. അതാ വരുന്നു, ചോറായിട്ട് വരുന്നു. മിന്നു ഇതാ വരുന്നു. ഇതിലെന്താണ്? ഇതെന്താ? മോര് കറിയൊക്കെ ഉണ്ടോ? അല്ല തൈരുണ്ടോ? ആ ആണല്ലേ. ഇത് ഈ ഉണ്ടാക്കിയാണോ? സത്യം പറഞ്ഞോ? അല്ലല്ലോ. മിന്നു നമുക്ക് ചോറ് തന്ന്. പഠിച്ചോനെ ആദ്യമായിട്ടാ മിന്നുവിന്റെ പേരിലൊന്ന് ചോറൊക്കെ കിട്ടത്, അതും സീറ്റ് ഉണ്ടായോണ്ട്. ഗായ്സ് ഇതൊക്കെ ആണെങ്കിൽ നല്ല മോര് കറിയും നല്ല മുളകിട്ട മീനും മുളകിടാത്ത മിന്നും ലിപ്സ്റ്റിക് ഇട്ട മിന്നും. അല്ല മേക്കപ്പ് ഇട്ടില്ല. ഇത് നാച്ചുറൽ ബ്യൂട്ടിയാ? ഓക്കെ. ഇല്ല ഇപ്പൊ താഴത്താണല്ലോ പറയുന്നേട്ടാ. പൈസ എന്നാൽ ഞങ്ങൾ ചോറായിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ചോറായിക്കട്ടെ, വിശക്കുണ്ട് പൈസ. അപ്പം നമ്മൾ ചോറായിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് കഴിച്ചിട്ടോ, കിഡിയിലും ടേസ്റ്റാണ്. ഞാൻ എന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ വിചാരിച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. സ്വീറ്റിയുടെ കൈപ്പുണ്യം. ഞാൻ ആദ്യമായിട്ടാണ് സ്വീറ്റിൻ്റെ ഫുഡ് കഴിക്കണേ. പിന്നെ എന്താ ചെറിയ ചെറിയ ഉണ്ടാക്കിയൊക്കെ ഉള്ളു കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടോ? ശരിയാ? ഇല്ലല്ല കഴിച്ചിട്ടില്ല. കിഡിയിലും ടേസ്റ്റാ. എന്നാലേ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ബൈ. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല റമദാൻ സ്പെഷ്യൽ നല്ല മട്ടൻ ഹലീം നമ്മൾ ഓർഡർ ചെയ്ത് എത്തിക്കണേ. അതും ഹൈദരാബാദി സ്പെഷ്യൽ മട്ടൻ ഹലീം. ആ ഹൈദരാബാദി ഷെഫ് വന്നിട്ട് ഉണ്ടാക്കിയത് കഴിക്കാം. ഞങ്ങൾക്കും കഴിക്കണം. ബാ മിന്നു ആദ്യം ഫസ്റ്റ് കഴിച്ചോ. എങ്ങനെ ഉണ്ടോ? ആ ലൈറ്റും കുറച്ചും കെട്ടടിക്കോ. ഒരു സ്പൂൺ തരുമോ പ്ലീസ്? ഓ ഗായ്സ് നല്ല മട്ടൻ ഹലീം, നല്ല ഉള്ളി വാട്ടിയതൊക്കെ മുകളിൽ. വാട്ടിയതല്ല ആ ഞാൻ കഴിച്ചിക്കണു. ഇതാണ് ഒതന്റിക്. ഇത് ഒതന്റിക് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെ പണിക്ക് പോയ സിനാൻ വന്നിരിക്കുന്നു. യു അഗൈൻ. പിന്നെ കൊച്ചിയിൽ ആർക്ക് ഊബറാണെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാ. സിനാനും ചെയ്യും. എപ്പോഴേലും എത്തും. എന്നിട്ട് എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ വർക്ക് എങ്ങനെ ഉണ്ടാവും? ഇങ്ങോട്ട് വാ ഞാൻ ചോദിച്ചട്ടെ. അന്നെ കുറെ ആൾക്കാർ കാണാണ്ട് ആൾക്കാർക്ക് അറിയില്ല വലിച്ച് പണിക്ക് വയ്ക്കാന്ന്. നമ്മൾ തെറ്റിക്കാണോ അങ്ങനെയൊക്കെ ചോദിക്കണം. എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? അതായത് ഞാനിപ്പോൾ ഊബർ ഓടിക്കാൻ കൊച്ചിയിലേക്ക് വന്നിട്ടാണ്. അങ്ങനെയാണ്. എന്താണ് ഗടിയേ? എന്താ ബ്രോ, നമ്മളിപ്പോ കൊച്ചി വച്ചാനല്ലേ. എന്തെല്ലാം പ്രശ്നം വിളിച്ചാ മതി കേട്ടാ. ഞാൻ പറയണാണെങ്കിലേ കൊച്ചി സീനാണ് ബ്രോ. ട്രിപ്പൊന്നും ഇല്ല. നമ്മൾ ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാം. നമ്മൾ നിങ്ങളോട് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ മാങ്ങ കിട്ടിയില്ല. ഇൻസ്റ്റാമാർട്ടിൽ മാങ്ങ ഒന്നുമില്ല. ഇനിയിപ്പോ പീടിയ പോയിട്ട് വാങ്ങൊക്കെ വേണ്ടേ. അപ്പൊ ഇതേതാ മോഡല് ബ്രോ? ഇതേതാ മോഡൽ? ഇതെന്താ? പുതിയ ഹെയർ സ്റ്റൈൽ. അപ്പോ ഗൈസ് ഇത് നമ്മളെ റിയാസ് ബ്രോ. റമീസ് ബ്രോ. സോറി റമീസ് റിയാസ് മാരെ. സോറി നമ്മളെ ഫ്രണ്ടാണ്, നമ്മളെ സീറ്റിന്റെ ഒക്കെ ഫ്രണ്ടാണ്. ഉഷാറല്ലേ? സെറ്റ്. നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ? ഞങ്ങൾ എന്നാ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ കാണാം. ഓക്കെ ഗൈസ് നമ്മൾ പോവാണ്. എന്തായാലും ഞങ്ങൾ പോയോക്കട്ടെ. ഇനി അവിടെ രാത്രി 12 മണിക്ക് ദം പൊട്ടിക്കണ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? ഇപ്പൊ ഏകദേശം ഒരു 12 മണി ആവാനായിക്കണ്. ആ ഈ ഇറങ്ങാൻ നേരത്തെ ഒരു മൂത്രയിക്കാൻ പോക്ക്. എല്ലാവരും കത്തന്നെയല്ലേ പെണ്ണുങ്ങൾ ഇറങ്ങാൻ നേരത്തെ പോക്കാം. ആ ശരിയാടാ, നമുക്ക് പൊന്തയിലൊക്കെ വയ്ക്കാലോ. ഒരു പറ്റില്ലല്ലോ ഗൈസ്. ഇതൊക്കെ മിന്നുവിൻ്റെ ബാഗാണ്. മിന്നുവിൻ്റെ ബാഗ് ഓളോട് ചോദിക്കാൻ അൺബോക്സ് ചെയ്യണ്ട. അതാണ് നല്ലത്. ഇതെടുത്ത കറണ്ട് പോവോ? അയ്യോ പോയി. സോറി ഗൈസ്. സോറി ഐ ആം സോറി. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് മിന്നുവിന് ആരോ കൊടുത്ത ഫ്ലവർ വാടിക്കരിഞ്ഞിരിക്കുന്നു. ഇത് മിന്നുവിന് ആരോ കൊടുത്തതല്ല, സാബു ഒരാൾക്ക് വാങ്ങി വെച്ചതാണ് അല്ലേ? ഇജ അന്ന് വാങ്ങിയതാണത് അല്ലേ? കൊണ്ട ഇതപ്പോ ആര് കൊടുത്ത? മിന്നു ഇതാരെന്നാ? ആ സോറി ബ്രോ. ബ്രോന്റെ ഗേൾഫ്രണ്ട് കൊടുത്താണ്. പറയുന്നോണ്ട് പ്രശ്നമില്ലല്ലോ. ഫ്രണ്ടാണ്, ഗേൾഫ്രണ്ട് അല്ല. സോറി കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? എന്റെ വീഡിയോ ആകെ യൂട്യൂബിലത്തെ വീഡിയോ ആകെ 40 ആളുകളാണ്. ഗേൾഫ്രണ്ടാ, ടോക്സിക് ഒന്നും അല്ല. എന്റെ പോലെയല്ല.
എന്റെ നല്ലതായിട്ട് എവിടെ വെച്ച് നിന്ന് പറ്റിപ്പോയി. എന്നാ ഗൈസ് ഞങ്ങൾ പോവാണ്. ഇതേതാ കോസ്റ്റ്യൂമിന്റെ പേര്? കോസ്റ്റ്യൂം ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് സുഡിയെന്നാണോ സാറേന്നാണോ ഏതെന്നാണ്? ഇത് ഇത് ട്രെൻഡ്സ് മേടിച്ചതാ ഞാൻ. ഇത് ട്രൗസർ ആണോ 3/4 ആണോ പാന്റ് ആണോ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ജീൻസും ഷോർട്സും ഒരുമിച്ചുള്ളതാ. ജീൻസ് ആയില്ല എന്നാ ഷോർട്സ് കഴിയുകയും ചെയ്തു. അപ്പൊ ജോർട്സ് എന്ന് പറയും. ഓക്കെ കമോൺ ഗൈസ്. സത്യം പറഞ്ഞാൽ 9 രണ്ടിനും കട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സോനേക്കാണ് പോണത്. എന്താണ് വേണ്ടത്? എന്താ തിന്നണ്ട്? ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആയ പൊറോട്ടയും ബീഫും. ചക്കയല്ല, പൊറോട്ട ബീഫല്ല, ചിക്കൻ സ്റ്റൂ Okay. മസ്റ്റ് സൂപ്പർ ആയിരിക്കും. അങ്ങനെ ക്രീമി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒന്നും കേൾക്കില്ല പറയണേ. നമ്മൾ നല്ല പെപ്പർ സ്റ്റൂവും പിന്നെ അരിപ്പത്തിരിയോ അങ്ങനെ എന്തോന്ന് ഓർഡർ ചെയ്തിരിക്കണം. പിന്നെ സ്റ്റൂവിൻ്റെ കറിയുണ്ട്. സ്റ്റൂ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റൂ അടിപൊളിയാണെന്ന് പറയണേക്കാം.